പഴയ ഇരുമ്പ് ഗേറ്റ് ഒരു ദീനരോദനത്തോടെ തുറന്നപ്പോൾ കോൺസ്റ്റബിൾ ബിനു ബൈക്ക് അകത്തേക്ക് തള്ളി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ പടർന്നുകയറിയ പച്ചപ്പായൽ തിളങ്ങി. കാക്കി യൂണിഫോം മഴയിൽ ചെറുതായി നനഞ്ഞിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പതിവിലും വൈകിയിരുന്നു. വീടിന്റെ വലിയ വാതിൽ തുറന്ന് അവൻ അകത്ത് കടന്നു. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മഞ്ഞ ബൾബിന്റെ മങ്ങിയ വെളിച്ചം ആ വലിയ മുറിയിൽ പരന്നു. മുത്തച്ഛന്റെ കാലത്ത് പണിത വീടായിരുന്നു അത്. ഒരുപാട് പേർ ഓടിക്കളിച്ചിരുന്ന വീട്. എന്നാൽ ബിനുവിന് ഈ വീട് അവന്റെ ഏകാന്തതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഭാരമായിരുന്നു. അവൻ ചൂരൽ കസേരയിലേക്ക് തളർച്ചയോടെയിരുന്നു. ബൂട്ടഴിക്കാൻ പോലും മടിച്ച് തല കസേരയുടെ പിന്നിലേക്ക് ചായച്ചു. നിശബ്ദത. ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കുന്ന ചുമരിലെ ഘടികാരം മാത്രം. ഈ നിശബ്ദത അവനെ ശ്വാസം മുട്ടിച്ചു. അവന്റെ ഓർമ്മകൾ അനാഥാലയത്തിലെ തണുത്ത നിലങ്ങളിലേക്കും ഒരേപോലുള്ള യൂണിഫോമിട്ട കുട്ടികൾക്കിടയിലെ അപരിചിതത്വത്തിലേക്കും നീണ്ടു. അവിടെ നിന്നാണ് ഒരു പോലീസുകാരനാകണം എന്ന വാശി അവനിൽ മുളച്ചത്. ആർക്കും തണലില്ലാത്തവർക്കൊരു തണലാകാൻ. പക്ഷേ താൻ നേടിയെടുത്ത ഈ ജീവിതത്തിൽ, ഈ വലിയ വീട്ടിൽ അവൻ വീണ്ടും തനിച്ചായിരുന്നു. ആ ദിവസം പക്ഷേ സാധാരണ പോലെ ആയിരുന്നില്ല. രാവിലെ മുതലേ ആകാശം കനത്തു നിന്നിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ കാറ്റിന്റെ ശക്തി കൂടി. സ്റ്റേഷനിലെ പേപ്പർ വർക്കുകൾ തീർത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. ആദ്യത്തെ തുള്ളികൾ വീണതപ്പോഴാണ്. സാധാരണ ഒരു ചാറ്റൽ മഴയെന്നേ ബിനു കരുതിയുള്ളൂ. എന്നാൽ ടൗൺ കഴിഞ്ഞ് പാടവരമ്പത്തുള്ള റോഡിലേക്ക് കടന്നതോടെ മഴയുടെ ഭാവം മാറി. അതൊരു പേമാരിയായി. ആകാശത്തിന്റെ വാതിൽ തുറന്ന പോലെ വെള്ളം ഭൂമിയിലേക്ക് പതിച്ചു. ബൈക്കിന്റെ വൈപ്പർ ഗ്ലാസിലൂടെ കാഴ്ച മങ്ങി. കാറ്റവനെ ഉലച്ചു. റോഡിൽ വെള്ളം നിറയാൻ തുടങ്ങി. ബൈക്കിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൻ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. മഴത്തുള്ളികൾ ഹെൽമറ്റിൽ വന്ന് തട്ടിച്ചിതർന്ന ശബ്ദം ഭയാനകമായി തോന്നി. മുന്നോട്ടു പോകുന്നത് അസാധ്യമാണെന്ന് ബിനുവിന് മനസ്സിലായി. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങുന്നു. മെയിൻ റോഡിൽ നിന്ന് വലതുവശത്തേക്ക് തിരിയുന്ന ഒരിടുങ്ങിയ ഇടവഴി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടാർ ചെയ്യാത്ത ആ മൺപാതയിലൂടെ വെള്ളം കുത്തിയൊഴുകുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം എവിടെയെങ്കിലും കയറി നിൽക്കാം. അവൻ ബൈക്ക് ആ ഇടവഴിയിലേക്ക് തിരിച്ചു. കുറച്ചു മുന്നോട്ടു പോയപ്പോൾ വഴി അവസാനിക്കുന്നിടത്ത് ആ വീടവൻ കണ്ടു. പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ ഓടുവീട്. ജനലുകൾ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അതിന്റെ ചെറിയ ഉമ്മറം ഈ പേമാരിയിൽ നിന്ന് തൽക്കാലം രക്ഷ നൽകുമെന്ന് അവന് തോന്നി. ബൈക്ക് ഒരുവിധം ഒതുക്കി നിർത്തി അവൻ ആ വീടിന്റെ ഉമ്മറത്തേക്ക് ഓടിക്കയറി. ഓടിന്റെ വക്കിലൂടെ വെള്ളം ഒരു തിരശീല പോലെ താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. ഉമ്മറത്ത് നിന്ന് ചുമരിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ബിനു അത് ശ്രദ്ധിച്ചത്. വീടിന്റെ മുൻവാതിൽ പാതി തുറന്നു കിടക്കുന്നു. അതിനിടയിലൂടെ അകത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൻ സംശയിച്ചു നിന്നു. അപ്പോഴാണ് മഴയുടെ ഇരമ്പലിനിടയിലും അവൻ ആ ശബ്ദം കേട്ടത്. ഉള്ളിൽ നിന്നൊരു നേർത്ത കരച്ചിൽ, ഒരു സ്ത്രീയുടെ തേങ്ങൽ പോലെ. അവൻ വാതിലിനടുത്തേക്ക് നീങ്ങി. ആരുമില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയതും ഒരു ശക്തമായ കാറ്റടിച്ചു. അതുവരെ പാതി തുറന്നു കിടന്നിരുന്ന വാതിൽ വലിയൊരു ശബ്ദത്തോടെ മലർക്കെ തുറന്നുപോയി. ആ കാറ്റിനൊപ്പം ബിനു അകത്തെ കാഴ്ച കണ്ടു. ഒരു മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചം. മുറിയുടെ മൂലയിൽ കീറിപ്പറിഞ്ഞ ഒരു പായയിൽ ഒരു കൗമാരക്കാരൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. അവന്റെ നെറ്റിയിലൊരു നനഞ്ഞ തുണി ഇട്ടിട്ടുണ്ട്. പയ്യൻ പനിച്ചു വിറയ്ക്കുന്നത് കാണാം. അവന്റെ അരികിലായി ഒരു മുഷിഞ്ഞ സാരി ഉടുത്ത ഒരു സ്ത്രീ ഇരിക്കുന്നു. അവർ തന്റെ സാരി തലപ്പുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്നു. ദാരിദ്ര്യത്തിന്റെ നിസ്സഹായതയുടെ ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു. പെട്ടെന്ന് വാതിൽക്കലൊരു പോലീസുകാരനെ കണ്ടപ്പോൾ ആ സ്ത്രീ ഞെട്ടിവിറച്ചുപോയി. അവർ പെട്ടെന്ന് എഴുന്നേറ്റ് കിടക്കുന്ന പയ്യനെ മറച്ചുപിടിക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ട, ഞാൻ ബിനു വാക്കുകൾക്കായി പറഞ്ഞു. ഞാൻ ബിനുവാ, കോൺസ്റ്റബിളാ. മഴ നനയാതെ കയറി നിന്നതാ. ആ സ്ത്രീ ഭയത്തോടെയും സംശയത്തോടെയും അവനെ നോക്കി. അവരുടെ കണ്ണുകൾ വറ്റി വരണ്ടിരുന്നു. കുട്ടിക്ക്? ബിനു പയ്യനെ നോക്കി ചോദിച്ചു. ആ ചോദ്യം അവരുടെ സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടിച്ചു. പനിയാ മോനെ. 2 ദിവസമായി. മരുന്ന് വാങ്ങാൻ കാശില്ല. ആഹാരം കഴിച്ചിട്ട്. അവർക്ക് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല. ബിനു ആ മുറി ഒന്നുകൂടി വീക്ഷിച്ചു. കാലിയായ പാത്രങ്ങൾ, അലക്ഷ്യമായി കിടക്കുന്ന തുണിക്കഷ്ണങ്ങൾ. ഇത് പേരക്കുട്ടിയാ, എന്റെ മോന്റെ മോൻ. അവർ തേങ്ങി. ബിനുവിന് കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. രോഗിയായ പേരക്കുട്ടി, മരുന്നിനോ ആഹാരത്തിനോ പണമില്ലാത്ത മുത്തശ്ശി. ഈ പേമാരിയുടെ രാത്രിയിൽ ഈ പഴയ വീട്ടിൽ അവർ തനിച്ചായിരുന്നു. അവനൊരു നിമിഷം നിന്നു. പിന്നെ തിരിഞ്ഞ്
മഴയിലേക്ക് തന്നെ ഇറങ്ങി. "നിങ്ങളിവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം." മഴയ്ക്കപ്പോഴും ശമനമുണ്ടായിരുന്നില്ല. ബിനു ബൈക്കിൽ അടുത്തുള്ള ടൗണിലേക്ക് പാഞ്ഞു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പാരസെറ്റമോൾ സിറപ്പും അത്യാവശ്യമുള്ള ചില മരുന്നുകളും വാങ്ങി. അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് പൊതിച്ചോറും ചായയും വാങ്ങി. അവൻ തിരികെ ആ ഓലപ്പുരയിലെത്തുമ്പോൾ ആ സ്ത്രീ വാതിൽക്കൽ തന്നെ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ അവിശ്വസനീയതയും നേരിയ പ്രതീക്ഷയും കലർന്നിരുന്നു. "ഇത് കഴിക്കൂ, കുട്ടിക്ക് മരുന്ന് കൊടുക്കണം." ബിനു പൊതികൾ അവരുടെ നേർക്ക് നീട്ടി. അവരത് വാങ്ങിയില്ല. പകരം അവന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. "വാങ്ങിക്കോളൂ, ഇത് പോലീസുകാരനായതുകൊണ്ടല്ല, ഒരു മനുഷ്യനായിട്ട് തരുന്നതാ." ബിനുവിന്റെ ശബ്ദം അല്പം ആർദ്രമായി. അവർ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി. പേരക്കുട്ടിയെ എഴുന്നേൽപ്പിച്ച് അല്പം ആഹാരം കഴിപ്പിച്ച് മരുന്ന് കൊടുത്തു. ബിനു ഉമ്മറത്ത് തന്നെ നിന്നു. "മോൻ അകത്തിരിക്ക്," അവർ ആദ്യമായി അവനോട് പറഞ്ഞു. "വേണ്ട അമ്മ, മഴ കുറയുന്നുണ്ട്, ഞാൻ നാളെ വരാം. കുട്ടിക്ക് കുറവുണ്ടോ എന്ന് നോക്കാം." അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്ത്രീയും പേരക്കുട്ടിയും ആ പഴയ വീടിന്റെ വാതിൽക്കൽ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് വെറുമൊരു പോലീസുകാരന്റെ ഡ്യൂട്ടിയായിരുന്നില്ലെന്ന് ബിനുവിന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതൊരു സഹജീവിയുടെ കടമയായിരുന്നു. അടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ബിനു അങ്ങോട്ടാണ് പോയത്. അപ്പോഴേക്കും മഴ മാറിയിരുന്നു. ആ വീടും പരിസരവും കൂടുതൽ ദയനീയമായി വെയിലിൽ തിളങ്ങി. അവന്റെ കയ്യിൽ കുറച്ച് പലഹാരങ്ങളും കുട്ടിക്ക് കളിക്കാനൊരു ചെറിയ പന്തുമുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ കുട്ടിയുടെ മുഖം തെളിഞ്ഞു. മുത്തശ്ശി അവർക്ക് തന്നോടുള്ള ഭയവും സംശയവും മാറിയതായി ബിനുവിന് തോന്നി. അവൻ ഉമ്മറത്തെ പടിയിലിരുന്നു. "എന്താ അമ്മയുടെ പേര്?" "ശാരദ." "കുട്ടിയുടെയോ?" "അപ്പുകുട്ടൻ." ബിനുവിന്റെ നിരന്തരമായ സന്ദർശനങ്ങൾ ശാരദയമ്മയുടെ മനസ്സ് തുറന്നുകൊലുത്തി. പതിയെ പതിയെ അവർ തങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങി. മോനൊരു ആക്സിഡന്റിലായിരുന്നു," ശാരദയമ്മ നിലത്തേക്ക് നോക്കി പറഞ്ഞു. "അവനും അവന്റെ പെണ്ണും ഒരുമിച്ചാ പോയത്. ഈ കുഞ്ഞന്ന് തൊട്ടിലിലായിരുന്നു. അവരുടെ മകനും മരുമകളും മരിച്ചതോടെ താങ്ങും തണലുമായിട്ടില്ലാതായി. ആകെയുണ്ടായിരുന്ന വീടും സ്ഥലവും മകന്റെ ചികിത്സയ്ക്കായി നേരത്തെ വിറ്റിരുന്നു. ഇപ്പോൾ ഈ പൊളിഞ്ഞ വീട്ടിൽ വാടകയ്ക്കാണ് താമസം. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. അപ്പുവിന് ജന്മനാ ഹൃദയത്തിനൊരു സുഷിരമുണ്ട് മോനെ." അവർ തന്റെ സാരിത്തലപ്പുകൊണ്ട് കണ്ണു തുടച്ചു. "വലുതാകുമ്പോൾ മാറുമെന്ന ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. അതിന് ലക്ഷങ്ങൾ വേണം. എനിക്ക് ഈ കൂലിപ്പണിക്ക് പോയാൽ എന്തുണ്ടാക്കാനാ?" ബിനു നിശബ്ദനായി എല്ലാം കേട്ടിരുന്നു. തിരികെ തന്റെ വലിയ ആളൊഴിഞ്ഞ വീട്ടിലേക്കുള്ള യാത്രയിൽ ബിനുവിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ശാരദയമ്മയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള ശക്തമായ ആഗ്രഹം അവനിൽ നിറഞ്ഞു. അവൻ തന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചോർത്തു. അനാഥാലയത്തിന്റെ പടവുകളിൽ ആരെങ്കിലും ഒന്ന് സ്നേഹത്തോടെ നോക്കിയിരുന്നെങ്കിലെന്ന് കൊതിച്ച ബാല്യം. അവൻ വീട്ടിലെത്തി. വിശാലമായ മുറികൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന മുറികൾ, താൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന അത്താഴം. എന്തിനാണെനിക്കിത്രയും? അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. തന്റെ അനാഥത്വവും ആ കുട്ടിയുടെയും മുത്തശ്ശിയുടെയും അനാഥത്വവും അവൻ താരതമ്യം ചെയ്തു. അവനൊരു സർക്കാർ ജോലിയുണ്ട്, താമസിക്കാൻ വീടുണ്ട്. അവർക്കോ? നാളെക്കുറിച്ചൊരു ഉറപ്പുമില്ലാത്ത രണ്ട് നിസ്സഹായ ജന്മങ്ങൾ. ഈ വലിയ വീട്ടിൽ താൻ ഒറ്റയ്ക്ക് കഴിയുന്നതിന്റെ അർത്ഥശൂന്യത അവൻ അന്ന് രാത്രി ആദ്യമായി തിരിച്ചറിഞ്ഞു. അവർക്ക് താനൊരു തണലാകണം. അടുത്ത ദിവസം ബിനു ലീവെടുത്തു. അപ്പുവിനെയും ശാരദയമ്മയെയും കൂട്ടി അവൻ ടൗണിലെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് പോയി. തന്റെ പോലീസ് ഐഡന്റിറ്റി ഉപയോഗിച്ച് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് ശരിയാക്കി. ഡോക്ടർമാർ കുട്ടിയെ വിശദമായി പരിശോധിച്ചു. പഴയ റെക്കോർഡുകൾ നോക്കി. എക്കോ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ ചീഫ് ഡോക്ടർ ബിനുവിനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. "കോൺസ്റ്റബിൾ ബിനു," ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു, "കുട്ടിയുടെ നില നമ്മൾ വിചാരിക്കുന്നതിലും അല്പം മോശമാണ്. ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് വേണം. വൈകുന്ന ഓരോ ദിവസവും റിസ്ക് കൂടും." എത്ര ചെലവ് വരും ഡോക്ടർ?" ബിനു മടിച്ചു ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ തുക കേട്ട് അവൻ ഒരു നിമിഷം തളർന്നുപോയി. അത് തന്റെ കയ്യിലുള്ള സമ്പാദ്യത്തിനു അപ്പുറമായിരുന്നു. "ഗവൺമെന്റ് സ്കീമുകൾ എന്തെങ്കിലും?" "അതിന് ശ്രമിക്കാം, പക്ഷേ നടപടിക്രമങ്ങൾ സമയമെടുക്കും. കുട്ടിയുടെ കയ്യിൽ അത്രയും സമയമില്ല." ഡോക്ടർ കൈമലർത്തി. ആശുപത്രി വരാന്തയിൽ തളർന്നിരിക്കുന്ന ശാരദയമ്മയുടെ അരികിലേക്ക് അവൻ നടന്നു. എന്തു പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. ബിനു സ്റ്റേഷനിലെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നത് സഹപ്രവർത്തകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ഓപ്പറേഷനു വേണ്ടി പണം കണ്ടെത്താൻ അവൻ പലരെയും സമീപിച്ചു. സ്റ്റേഷനിൽ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു.
ഈ പ്രവൃത്തി സഹപ്രവർത്തകർക്കിടയിൽ ചർച്ചയായി. SI അവനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ബിനു, താൻ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ സൂക്ഷിക്കണം. ഇത് വലിയൊരു ബാധ്യതയാണ്. നാളെ വല്ല പ്രശ്നമായാൽ ഡിപ്പാർട്ട്മെന്റിന് ചീത്തപേരുണ്ടാകരുത്. ചില സഹപ്രവർത്തകർ അവനെ പ്രശംസിച്ചു. ബിനു ഒരു മാതൃകയാണ്, അവർ പറഞ്ഞു. മറ്റു ചിലർ അടക്കം പറഞ്ഞു, അവൻ എന്തിന്റെ സൂക്കേടാ, എന്തിനാ ഈ റിസ്കൊക്കെ എടുക്കുന്നത്? വല്ല പെണ്ണും കിട്ടി കുടുംബമായി നോക്കി ജീവിച്ചാൽ പോരെ? ഈ ചോദ്യങ്ങൾക്കൊന്നും ബിനു മറുപടി പറഞ്ഞില്ല. അവന്റെ മനസ്സിൽ അപ്പുവിന്റെ ചിരിയും ശാരദയമ്മയുടെ കണ്ണുനീരുമായിരുന്നു. അന്ന് വൈകുന്നേരം ആശുപത്രിയിൽ നിന്ന് വിളി വന്നു. അപ്പുവിന്റെ നില പെട്ടെന്ന് വഷളായി. അവനെ ICUവിലേക്ക് മാറ്റി. ബിനു ആശുപത്രിയിലേക്ക് ഓടിയെത്തി. ICUവിന് പുറത്ത് ചുമരിൽ ചാരി നിന്ന് കരയുന്ന ശാരദയമ്മയാണ് അവൻ കണ്ടത്. മോനെ, എന്റെ കുഞ്ഞ്. ആ കാഴ്ചയോടെ ബിനുവിന്റെ മനസ്സിലെ അവസാനത്തെ സംശയവും മാറി. അവനൊരു തീരുമാനമെടുത്തു. അവൻ ഡോക്ടറെ ചെന്ന് കണ്ടു. ഓപ്പറേഷനുള്ള പണം ഞാൻ ശരിയാക്കാം. എത്രയും പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തോളും. പുറത്തിറങ്ങി അവൻ തന്റെ ഫോൺ എടുത്തു. തന്റെ വീടും സ്ഥലവും പണയപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചു. അവരെനിക്കാരുമല്ല, പക്ഷേ എനിക്കിപ്പോൾ അവരല്ലാതെ മറ്റാരുമില്ല. ICUവിന് പുറത്തെ തണുത്ത വെളിച്ചത്തിൽ ബിനു ശാരദയമ്മയുടെ അരികിലിരുന്നു. അവർ തളർന്ന് ചുമരിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു. അമ്മേ, ബിനുവിന്റെ ശബ്ദം താഴ്ന്നിരുന്നു. അവർ മെല്ലെ തലയുയർത്തി നോക്കി. അപ്പുവിനൊന്നും വരില്ല. ഡോക്ടർമാർ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പണത്തിന്റെ കാര്യം ഞാൻ സംസാരിച്ചു. ശാരദയമ്മയ്ക്ക് അത് പറഞ്ഞത് മനസ്സിലായില്ല. അവർ അവിശ്വസനീയതയോടെ അവനെ നോക്കി. മോൻ, എങ്ങനെ? എന്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചു പണം കയ്യിലുണ്ട്. അത് അഡ്വാൻസ് കൊടുക്കാം. ഓപ്പറേഷൻ നടക്കും. ശാരദയമ്മ പൊട്ടിക്കരഞ്ഞുപോയി. അവർ തന്റെ കൈകളിൽ പിടിച്ചു. മോൻ, എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾ ആരുമല്ലാതിരുന്നിട്ടും ഈ ജന്മം. കരയാതെ അമ്മേ. അമ്മയുടെ കണ്ണുനീർ കാണാൻ എനിക്കിഷ്ടമല്ല. അപ്പു മിടുക്കനായി തിരിച്ചുവരും. നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരും. ബിനു അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അടുത്ത ദിവസം ഓപ്പറേഷനായി നിശ്ചയിച്ചു. ബിനു ലീവ് നീട്ടിയിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. പച്ചനിറമുള്ള ഗൗൺ ധരിച്ച് ഒരു ചെറിയ കളിപ്പാട്ടം നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ സ്ട്രെച്ചറിൽ കിടക്കുന്നത് ബിനു നോക്കി നിന്നു. ബിനുമാമൻ, വേഗം വരണേ എന്നവൻ മയക്കത്തിലേക്ക് വീഴുന്നതിനു മുമ്പ് പറഞ്ഞ വാക്കുകൾ ബിനുവിന്റെ നെഞ്ചിൽ ഒരു ഭാരമായി. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെ ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. വാതിലടഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ആശുപത്രി വരാന്തയിലെ ഇരുമ്പു കസേരകളിൽ ബിനുവും ശാരദയമ്മയും ഇരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഇടയ്ക്ക് ചായ വാങ്ങി ശാരദയമ്മയ്ക്ക് കൊടുത്തു. അവർ ഒന്നും കഴിക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു. അവർക്കിടയിൽ വാക്കുകൾ ആവശ്യമില്ലാത്ത ഒരു ബന്ധം രൂപപ്പെടുകയായിരുന്നു. അവന്റെ സ്വന്തം അമ്മയുടെ മുഖം അവൻ ഓർമ്മയില്ല. പക്ഷെ ഈ അമ്മയുടെ തളർന്ന മുഖം തന്റെ ചുമലിൽ ഒരു ഭാരമായി അവൻ താങ്ങുന്നത് അവൻ അറിഞ്ഞു. മോനൊന്നും കഴിച്ചില്ലല്ലോ? ഉച്ചയായപ്പോൾ ശാരദയമ്മ ആദ്യമായി ചോദിച്ചു. വിശപ്പില്ലമ്മേ. അങ്ങനെ പറയരുത്. മോനുള്ള ധൈര്യത്തിലാ ഞാൻ. വൈകുന്നേരം 4 മണിയോടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തിറങ്ങി. ബിനുവും ശാരദയമ്മയും ശ്വാസമടക്കി പിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഡോക്ടർ ചിരിച്ചു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചു മണിക്കൂറുകൾ കൂടി ഒബ്സർവേഷനിൽ കിടക്കണം. ശാരദയമ്മ അത്രയും നേരം അടക്കിപ്പിടിച്ച സങ്കടം മുഴുവൻ ഒരു കരച്ചിലായി പുറത്തുവന്നു. അവർ ആ വരാന്തയിലിരുന്നു കൈകൂപ്പി. ബിനു ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. അമ്മേ, കേട്ടില്ലേ? അപ്പു ജയിച്ചു. ബിനു അവരുടെ തോളിൽ തട്ടി. അവരെഴുന്നേറ്റ് അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു കരഞ്ഞു. മോനെ. ആദ്യമായി അവർ അവനെ മോനെ എന്ന് വിളിച്ചു. സ്വന്തം മകനെ എന്ന പോലെ. അടുത്ത ദിവസങ്ങൾ ആശുപത്രിയിൽ തന്നെയായിരുന്നു. അപ്പു കണ്ണു തുറന്നപ്പോൾ ആദ്യം തിരക്കിയത് ബിനുവിനെയാണ്. മാമൻ. അവന്റെ ചുണ്ടുകൾ മെല്ലെ അനങ്ങി. ബിനു അവന്റെ നെറുകയിൽ തലോടി. കുട്ടിയുടെ ആരോഗ്യം പതിയെ മെച്ചപ്പെട്ടു. ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ആശുപത്രി ബില്ലുകൾ അടയ്ക്കാനും മരുന്നുകൾ വാങ്ങാനും ബിനു ഓടി നടന്നു. ലോൺ ശരിയായ തുക അവന്റെ അക്കൗണ്ടിലെത്തിയിരുന്നു. ആശുപത്രിയിലെ പരിചരണവും തുടർന്നുള്ള ചെലവുകളും അവന്റെ സമ്പാദ്യത്തെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവനെ അലട്ടിയില്ല. അപ്പുവിന്റെ മുറിയിൽ അവൻ തമാശകൾ പറഞ്ഞു ചിരിക്കുമ്പോൾ, ശാരദയമ്മ അവരുവേണ്ടി ആഹാരം വാരിക്കൊടുക്കുന്നത് കാണുമ്പോൾ ബിനുവിന് പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം തോന്നി.
തന്റെ ജീവിതം അർത്ഥപൂർണമാവുന്നത് അവൻ അറിഞ്ഞു. സഹപ്രവർത്തകർ അവനെ കാണാൻ വന്നു. ചിലർ സാമ്പത്തികമായി സഹായിച്ചു. താൻ ആളൊരു സംഭവ ബിനു, SI അവന്റെ തോളിൽ തട്ടി പറഞ്ഞു. ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്തു. പൂർണ്ണമായും ഭേദമാകുന്നതുവരെ നല്ല ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. അണുബാധയുണ്ടാകാതെ നോക്കണം. നല്ല ഭക്ഷണവും വിശ്രമവും വേണം. ബിനു അവരെ ഓട്ടോയിൽ കയറ്റി ആ പഴയ ഓടുവീട്ടിലേക്ക് തിരിച്ചു. വീടിന്റെ മുന്നിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ബിനുവിന്റെ മനസ്സൊന്ന് കാളി. മഴ പെയ്ത് മുറ്റം മുഴുവൻ ചെളിയായി കിടക്കുന്നു. വീടിനകത്ത് ഈർപ്പത്തിന്റെ ഗന്ധം. പൊട്ടിപ്പൊളിഞ്ഞ ജനലുകളിലൂടെ കാറ്റ് അകത്തേക്കടിക്കുന്നു. ഇവിടെ എങ്ങനെയാ അപ്പുവിനെ നോക്കുക? ബിനു സ്വയം ചോദിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് താമസിക്കാൻ ഒട്ടും അനുയോജ്യമല്ല ഈ വീട്. അന്നു രാത്രി ബിനുവിന് ഉറക്കം വന്നില്ല. തന്റെ വലിയ വീട്ടിന്റെ തണുത്ത മുറിയിൽ കിടക്കുമ്പോൾ അവന്റെ മനസ്സ് ആ ഓലപ്പുരയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവനൊരു തീരുമാനത്തോടെ അങ്ങോട്ട് ചെന്നു. ശാരദയമ്മ ഉമ്മരമടിച്ചു വാരുകയായിരുന്നു. അപ്പു പായയിൽ കിടക്കുന്നുണ്ട്. അമ്മയോടും അപ്പുവോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, ബിനു ഗൗരവത്തോടെ പറഞ്ഞു. ശാരദയമ്മ ഭയത്തോടെ അവനെ നോക്കി. നിങ്ങളും എന്റെ കൂടെ വരണം. അവർ ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്റെ വീട്ടിലേക്ക്? ആ വലിയ വീട്ടിൽ ഞാനും ഒറ്റയ്ക്കാണ്. ഇവിടെ ഈ സാഹചര്യത്തിൽ അപ്പുവിനെ നോക്കാൻ പറ്റില്ല. നിങ്ങൾ എനിക്ക് അമ്മയും അപ്പു എനിക്ക് അനിയനുമായി കൂടെയുണ്ടാവണം. നമുക്കൊരുമിച്ച് അവിടെ താമസിക്കാം. ശാരദയമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇത് സ്വപ്നമാണോ എന്നവർ സംശയിച്ചു. മോനെ, അതെങ്ങനെയാ? ഒരെങ്ങനെയുമില്ല. അമ്മ എന്റെ കൂടെ വരുന്നു, അത്ര തന്നെ. പോയി സാധനങ്ങൾ എടുത്തു വെച്ചോളൂ. ബിനു ചിരിച്ചു. ശാരദയമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ട്രങ്ക് പെട്ടിയും കുറച്ചു പാത്രങ്ങളുമായിരുന്നു. അപ്പുവിന്റെ മുഷിഞ്ഞ ഉടുപ്പുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തു. ബിനു ഒരു ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു. അവർ ആ പഴയ ഓടുവീടിന്റെ വാതിലടയ്ക്കുമ്പോൾ ശാരദയമ്മ തിരിഞ്ഞ് അതിനെ അവസാനമായി ഒന്ന് നോക്കി. ദുരിതങ്ങളുടെയും കണ്ണീരിന്റെയും ഓർമ്മകളാണ് ആ വീടിന് നൽകാനുണ്ടായിരുന്നത്. എങ്കിലും തങ്ങൾക്ക് അഭയം തന്ന ആ വീടിനോട് അവർ മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു. പോകാം അമ്മേ. ബിനു അപ്പുവിനെ കയ്യിലെടുത്ത് ഓട്ടോയിൽ കയറ്റി. ശാരദയമ്മയും ട്രങ്ക് പെട്ടിയുമായി കയറി. ഓട്ടോറിക്ഷ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു. അത് വെറും ഒരു വീടുമാറ്റമായിരുന്നില്ല, അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു. അപ്പുവിന്റെ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിൽ വിടർന്നു. ശാരദയമ്മയുടെ മനസ്സിൽ ആശങ്കയും ഒപ്പം പറഞ്ഞറിയിക്കാനാവാത്ത സുരക്ഷിതത്വബോധവും നിറഞ്ഞു. ബിനുവിന്റെ വീടിന്റെ വലിയ ഇരുമ്പുഗേറ്റ് തുറന്ന് ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് പ്രവേശിച്ചു. വീട് കണ്ട് അപ്പു അത്ഭുതത്തോടെ ബിനുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇതാണോ മാമന്റെ വീട്? ഇത്ര വലുതോ? ബിനു ചിരിച്ചുകൊണ്ട് അവനെയും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. ശാരദയമ്മ മടിച്ചു നിന്നു. അമ്മേ, ഇത് അമ്മയുടെ കൂടി വീടാണ്, കയറി വരൂ. ബിനു വാതിൽ മലർക്കെ തുറന്നു. അവർ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. അതുവരെ ആ വീടിനെ മൂടിയിരുന്ന ഏകാന്തതയുടെ ഇരുട്ട് മായുന്നതുപോലെ ബിനുവിന് തോന്നി. ആ വലിയ ഹാളിൽ മഞ്ഞ ബൾബിന്റെ വെളിച്ചത്തിനു പകരം ഒരു പ്രകാശം നിറഞ്ഞതുപോലെ. ഇത് അപ്പുവിന്റെ മുറി. ബിനു മുകളിലത്തെ ഒരു മുറി തുറന്നു കാണിച്ചു. വൃത്തിയുള്ള കിടക്ക, ചെറിയൊരു മേശയും കസേരയും. ഇവിടെ ഇരുന്ന് അപ്പുവിന് പഠിക്കാം, കളിക്കാം. അപ്പു ഓടിച്ചെന്ന് ആ കിടക്കയിൽ ചാടിമറിഞ്ഞു. ഇത് അമ്മയ്ക്ക് താഴത്തെ മുറി, അടുക്കളയൊക്കെ അവിടെയുണ്ട്. ഇനി ഈ വീടിന്റെ അവകാശം അമ്മയ്ക്കാണ്. അവൻ അമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു. ആ അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയത് ആനന്ദ കണ്ണീരായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ബിനുവിന്റെ വീടിന്റെ രൂപം മാറി. ഉമ്മരത്തെ പച്ചപ്പായലിനു പകരം അവിടെ തുളസിയും ചെമ്പരത്തിയും പൂത്തുനിന്നു. ശാരദയമ്മ ആ വീടിന്റെ ഐശ്വര്യമായി മാറി. അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണത്തിന്റെ മണം വന്നു തുടങ്ങി. അപ്പുവിന്റെ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടു. ഓപ്പറേഷന്റെ പാടുകൾ മാഞ്ഞു. അവൻ അടുത്തുള്ള സ്കൂളിൽ പോകാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അവന്റെ കളിയും ചിരിയും ആ മുറ്റം നിറച്ചു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ബിനു ബൈക്കിൽ ഗേറ്റ് കടന്നു വരുമ്പോൾ കണ്ടത് ഉമ്മറത്ത് അവനെ കാത്തിരിക്കുന്ന 2 ചിരിക്കുന്ന മുഖങ്ങളാണ്. മാമൻ വന്നു. അപ്പു ഓടി വന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. മോൻ വേഗം കൈ കഴുകി വാ, ഞാൻ ചായ എടുത്തു വയ്ക്കാം, അടുക്കളയിൽ നിന്ന് ശാരദയമ്മ വിളിച്ചു പറഞ്ഞു. ബിനു അപ്പുവിനെ വാരിയെടുത്ത് ഉമ്മരത്തേക്ക് നടന്നു. പുറത്തു വീണ്ടും ഒരു മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിനുള്ളിൽ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചൂട് മാത്രം. ആ പഴയ വീട്ടിലെ പേമാരിയിൽ തുടങ്ങിയ ഒരു യാത്രയായിരുന്നു അത്. ഇപ്പോൾ തന്റെ കസേരയിലിരുന്ന് അപ്പുവിന്റെ സ്കൂൾ വിശേഷങ്ങൾ കേട്ട് ശാരദയമ്മ കൊണ്ടുവന്ന ചൂട് ചായ കുടിക്കുമ്പോൾ ബിനു അറിഞ്ഞു, അനാഥത്വം എന്ന വാക്ക്
അവരുടെ 3 പേരുടെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയിരുന്നു. അവർ ഒരു കുടുംബമായിരുന്നു.